മിഡിൽ ഈസ്റ്റിൽ കനത്ത യുദ്ധഭീതി വിതച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ വൻ യുദ്ധത്തിലേക്ക് വഴിമാറുന്നു. ഇറാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക താവളങ്ങൾക്ക് നേരെ അമേരിക്കൻ സായുധ സേന നടത്തിയ അതിശക്തമായിട്ടുള്ള വ്യോമാക്രമണത്തിന് പിന്നാലെ ഗൾഫ് മേഖല ഉടനീളം വൻതോതിൽ മിസൈൽ ഡ്രോൺ പ്രത്യാക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. നിർത്താതെ സൈറണുകൾ മുഴങ്ങുന്നു. ആക്രമണ ഭീഷണിയെ തുടർന്ന് ബഹ്റിലും കുവൈറ്റിലും പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും സജ്ജമാക്കുകയും പൗരന്മാർക്കും പ്രവാസികൾക്കും സിവിൽ ഡിഫൻസ് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകുന്നത്. നമുക്കറിയാം, ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ കരാറുകൾ, സമാധാനങ്ങൾ ഒക്കെ മുന്നോട്ട് വെക്കുമ്പോഴും വലിയ രീതിയിൽ തന്നെ വെല്ലുവിളികളുമായിട്ട് ട്രംപ് വന്നിരുന്നു. ആ വെല്ലുവിളികൾക്ക് അവസാനം ഈ ഇറാന്റെ നേതാവ് അല്ലെങ്കിൽ ഇപ്പോൾ പരമോന്നത നേതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ ട്രംപ് നടത്തിയ പ്രസ്താവനയൊക്കെ വലിയ രീതിയിൽ വിവാദമായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായി. അതിനുശേഷം അമേരിക്ക വലിയ രീതിയിൽ തന്നെ, അതായത് 80 ഇടങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു. അതിന് പകരമായിട്ട് ഇപ്പോൾ കുവൈറ്റിലേക്കും അതുപോലെ തന്നെ ബഹ്റിലേക്കും നിർത്താതെ സൈറണുകൾ മുഴങ്ങുന്നു എന്നുള്ള വാർത്ത കൂടിയാണ് വരുന്നത്. അങ്ങോട്ടേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം ഇറാൻ അഴിച്ചുവിടുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെയും ഗൾഫിലെ US താവളങ്ങൾക്ക് നേരെയും സമീപകാലത്തുണ്ടായ തുടർച്ചയായുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് അമേരിക്കയുടെ ഒരു അപ്രതീക്ഷിത സൈനിക നീക്കം ആദ്യം നടന്നത്. കപ്പൽ ഗതാഗത സുരക്ഷ മുൻനിർത്തി ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായിട്ടും തളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കൻ സായുധ സേന മിന്നലാക്രമണം അഴിച്ചുവിട്ടത്. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള എണ്ണക്കടത്ത് പാതകളെ പോലും നിശ്ചലമാക്കാൻ പോകുന്ന രീതിയിലുള്ള നിലവിലുള്ള കനത്ത സൈനിക നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇറാന്റെ അതിർത്തിക്കുള്ളിലേക്ക് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ, മിസൈൽ സംഭരണശാലകൾ എന്നിവ ഉൾപ്പെടുന്ന 80ഓളം തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ കനത്ത ബോംബിംഗ് നടത്തിയത്. ഇറാന്റെ പ്രധാന പ്രതിരോധ കോട്ടകളെ തകർക്കാൻ പോകുന്നതായിരുന്നു അമേരിക്കൻ സായുധ സേനയുടെ ഈ ഒരു വിപുലമായിട്ടുള്ള വ്യോമാക്രമണം. ഈ ഒരു അമേരിക്കൻ വ്യോമാക്രമണത്തിന് തൊട്ടു പിന്നാലെ പ്രതികാരം എന്നോണം ഗൾഫ് മേഖലയിൽ ഉടനീളം വൻതോതിലുള്ള മിസൈൽ ആത്മഹത്യാ ഡ്രോണുകൾ ഇറാന്റെ ഭാഗത്ത് നിന്നും ആരംഭിക്കുകയായിരുന്നു. അമേരിക്കൻ സൈനിക താവളങ്ങളും US സഖ്യകക്ഷികളും സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ വ്യോമാക്രമണങ്ങൾ പതിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യം കണക്കിലെടുത്ത് ബഹ്റൈൻ, കുവൈത്ത് തുടങ്ങിയ പ്രധാന ഗൾഫ് രാജ്യങ്ങളിൽ അതീവ അടിയന്തര ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് സിവിൽ ഡിഫൻസും സൈന്യവും ഒരേ സമയം പുറപ്പെടുവിപ്പിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യത്തെ സായുധ സേനകളും ആഭ്യന്തര സുരക്ഷാ ഏജൻസികളും പൂർണ്ണ സജ്ജമായി രംഗത്ത് എത്തിക്കഴിഞ്ഞു. ഈ ദശലക്ഷക്കണക്കിന് വിദേശ തൊഴിലാളികളും ഇന്ത്യൻ പ്രവാസികളും താമസിക്കുന്ന അതീവ സുരക്ഷിത മേഖലയായിട്ടുള്ള ഗൾഫിൽ രൂപപ്പെട്ട ഈ ഒരു പുതിയ യുദ്ധ സാഹചര്യം ആഗോള തലത്തിൽ തന്നെ വലിയ ആശങ്കയ്ക്കും അതുപോലെ തന്നെ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കും കാരണമായിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായി ഈ ഒരു പുതിയ സംഭവവികാസങ്ങൾ കാരണം തന്നെ എന്നാണ് ഈ വിദഗ്ധരുടെ വിലയിരുത്തൽ. ബഹ്റിന്റെ വ്യോമാതിർത്തിക്ക് നേരെ ശത്രുപരമായിട്ടുള്ള മിസൈൽ ഡ്രോൺ നീക്കങ്ങൾ റഡാറുകളിൽ ദൃശ്യമായതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകുന്ന കനത്ത അപായ സൈറണുകൾ തുടർച്ചയായിട്ട് മുഴങ്ങി എന്ന് പറയുന്നു. അർദ്ധരാത്രിയിലും പുലർച്ചയിലുമായി മുഴങ്ങിയ ഈ ഒരു സൈറൺ ശബ്ദങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ പരിഭ്രാന്തി പടർത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായതിനെ തുടർന്ന് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായിട്ട് അടിയന്തര സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. പൗരന്മാരും രാജ്യത്ത് താമസിക്കുന്ന വിദേശികളായിട്ടുള്ള പ്രവാസികളും ഒട്ടും സമയം കളയാതെ എത്രയും വേഗം കെട്ടിടങ്ങൾക്കുള്ളിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഭാഗങ്ങളിലേക്കോ അല്ലെങ്കിൽ ബേസ്മെന്റുകളിലേക്കോ ഉള്ള ഷട്ടറുകളിലേക്കോ മാറണമെന്നാണ് മന്ത്രാലയത്തിന്റെ കർശന നിർദ്ദേശം. ബഹ്റിനൊപ്പം തന്നെ കുവൈറ്റിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് സൈന്യം പുറപ്പെടുവിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ അതിർത്തികൾ ലക്ഷ്യമാക്കി പാഞ്ഞു വന്ന നിരവധി ശത്രു മിസൈലുകളെയും മാരക ഡ്രോണുകളെയും കുവൈത്തിന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായിട്ട് ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിട്ടതായിട്ട് കുവൈത്ത് സൈനിക വക്താവ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കുവൈത്തിന്റെ ആകാശത്ത് വെച്ച് ശത്രു മിസൈലുകൾ പാട്രിയറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടഞ്ഞു നശിപ്പിച്ചതിനെ തുടർന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഉഗ്ര സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുകയുണ്ടായി. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കേട്ട ഈ ഒരു വലിയ ശബ്ദങ്ങളാണ് ജനങ്ങളിൽ വലിയ രീതിയിലുള്ള ഭീതി ജനിപ്പിച്ചത്. ഡ്രോണുകളും മിസൈലുകളും വായുവിൽ വെച്ച് തന്നെ തകർക്കുമ്പോൾ അവയുടെ കനത്ത ലോഹാവശിഷ്ടങ്ങളും സ്ഫോടക വസ്തുക്കളും ഭാഗങ്ങളും ജനവാസ മേഖലകളിൽ പതിക്കാൻ വലിയ സാധ്യതയുണ്ട് എന്ന് സൈന്യം വ്യക്തമാക്കുന്നു. ഇത്തരം അവശിഷ്ടങ്ങൾ വീടുകൾക്കോ വാഹനങ്ങൾക്കോ കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ കനത്ത സുരക്ഷാ മുൻകരുതലാണ് സിവിൽ ഡിഫൻസ്
കൈക്കൊള്ളുന്നത്. ഈ ഒരു അടിയന്തര സാഹചര്യം മുൻനിർത്തി ജനങ്ങൾ ആരും തന്നെ യാതൊരു കാരണവശാലും വീടുകളിൽ നിന്നും സുരക്ഷിത കെട്ടിടങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുത് എന്നും കുവൈത്തും ബഹ്റൈനും അതിന്റെ അധികൃതർ കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റോഡുകളിലോ പൊതുസ്ഥലങ്ങളിലോ ആളുകൾ ഇറങ്ങി നടക്കുന്നത് പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ എല്ലാ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങളും ഇപ്പോൾ പൂർണ്ണ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അതിർത്തികളിലും കടലിലും വ്യോമസേനയും നാവികസേനയും 24 മണിക്കൂറും കനത്ത നിരീക്ഷണം തുടരുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഒരു നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കും സമാധാന അന്തരീക്ഷത്തിനും വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ഉയർത്തുന്നത്. സമാധാനം വീണ്ടെടുക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ചർച്ചകൾക്കുള്ള ശ്രമങ്ങളും അണിയറയിൽ സജീവമായി നടക്കുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. പ്രവാസികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനങ്ങളും പ്രാദേശിക ഭരണകൂടവും സിവിൽ ഡിഫൻസും നൽകുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് അനുസരിക്കാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും ബാധ്യസ്ഥരാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു സൈനിക ഏറ്റുമുട്ടൽ 2ാം ദിവസത്തിലേക്ക് കടന്നതോടെ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം കൂടുതൽ വഷളാവുകയാണ്. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാക്കാത്തതിനാൽ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായിട്ടും പരാജയപ്പെടുമെന്നാണ് ഈ രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്ത് നിന്നും തുടർച്ചയായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകളാണ് തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്ക നൽകുന്നത്. ഈ അമേരിക്കൻ ആക്രമണത്തിന് പകരമായിട്ട് ഇറാൻ കൂടുതൽ പ്രധാനമായിട്ടുള്ള തിരിച്ചടികൾക്ക് മുതിർന്നതോടെ മിഡിൽ ഈസ്റ്റിൽ സമാധാനം എന്നത് ആകാശ കറുപ്പിലെ വെറും ഒരു സ്വപ്നമായിട്ട് മാറുകയാണ്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ യുദ്ധം കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത്. ഈ ഒരു കനത്ത യുദ്ധ സാഹചര്യം മുൻനിർത്തി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ ഈ ഇരു രാജ്യങ്ങളും പറയുന്നത്. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖംനിയുടെ ഭൗതിക ശരീരം വിശുദ്ധ നഗരമായിട്ടുള്ള നജാഫിലും കർബലയിലും പൊതുദർശനത്തിന് വെച്ച് സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന അതീവ വൈകാരികമായിട്ടുള്ള സാഹചര്യത്തിലാണ് അമേരിക്കൻ സൈന്യത്തിന്റെ ഈ ഒരു അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത്. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഖത്തർ, സൗദി അറേബ്യ, ലൈബീരിയ എന്നീ രാജ്യങ്ങളുടെ ഉടമസ്ഥതയിലുള്ള 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ IRGC നടത്തിയതിനുള്ള പ്രത്യാഘാതമാണ് അമേരിക്ക ഇറാന്റെ 80 കേന്ദ്രങ്ങളിൽ ബോംബിട്ടത്. ഇതിന് പ്രതികാരമായിട്ട് കുവൈറ്റിലെയും അമേരിക്കൻ മിലിറ്ററി ബേസിനെ ലക്ഷ്യമിട്ടും ബഹ്റൈനിലെ ഇറാൻ മിസൈലുകൾ അയച്ചതോടെ മിഡിൽ ഈസ്റ്റിൽ സമാധാനം എന്നത് വീണ്ടും ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വലിയ നിർദ്ദേശം തന്നെയാണ് അവിടുത്തെ സർക്കാരുകൾ നൽകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇത് വഴി മാറുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കാരണം സമാധാന ചർച്ചകൾ പലതവണയായിട്ട് കൊണ്ടുവന്നിട്ടും ഈ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയത്തും ഇറാന്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന യുദ്ധം എന്ന് പറയുന്നത് ചെറുതല്ല. അത് വലിയൊരു യുദ്ധത്തിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും UAE, സൗദി അറേബ്യ, ഒമാൻ തുടങ്ങിയ മറ്റ് ഗൾഫ് രാജ്യങ്ങളും നിലവിലെ സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണുള്ളത്. കാരണം ഏത് നിമിഷവും അങ്ങോട്ടേക്കും ആക്രമണം നടക്കാം, ഇനി യാതൊരു ചർച്ചയ്ക്കും ഇല്ല എന്ന് ഇറാൻ വ്യക്തമാക്കുമ്പോൾ യുദ്ധം തന്നെയാണ് മുന്നിൽ എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും വലിയ രീതിയിലുള്ള ഭീതിയിലാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുള്ളത്.